അങ്ങനെ നമ്മുടെ ടീച്ചറമ്മ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണ സമയത്ത് പറയുന്നുണ്ട്, ഞാനാണ് സച്ചിക്ക് എന്നും കുട്ടിക്കാലത്ത് വായ കൊടുത്തിരുന്നത്. അവൻ എന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ വല്ലാതെ വിഷമിച്ചിരുന്ന് ഇങ്ങനെ കരയണ കാണാം. അപ്പോൾ ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, എന്താ നിൻ്റെ അമ്മ നിനക്ക് വായ തരാറില്ലേന്ന് ചോദിച്ചപ്പോൾ അവൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. അവൻ്റെ അമ്മ ഒരിക്കലും പോലും വായ കൊടുത്തിട്ടില്ല തോന്നുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചന്ദ്രയ്ക്കാണെങ്കിൽ വല്ലാതെ സച്ചിയോട് വിഷമം തോന്നുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും ടീച്ചറമ്മ യാത്ര പോകുന്നുണ്ട്. ആ യാത്ര പോകണ ഇടയിൽ നമ്മളെ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ അന്ന് എന്താ സംഭവിച്ചതെന്നൊന്ന് പറയൂ ടീച്ചറമ്മ, ഞാൻ അവരുടെ ഭാര്യയല്ലേ, ഞാൻ അറിയേണ്ട സച്ചിയേട്ടൻ്റെ മുഴുവൻ കാര്യങ്ങളും, എന്താ വെച്ചാൽ ഒന്ന് പറയൂ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ടീച്ചറമ്മ പറയുന്നുണ്ട്, സച്ചിയെ വണ്ടി അവിടെ നിർത്തുക, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇറങ്ങണം മുന്നേ നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, ആ സംഭവം ഒരു ഓണക്കാലത്ത് സംഭവിച്ചെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നത്. നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും നാട്ടിലേക്ക് മടങ്ങുന്നുണ്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെ MD വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ശ്രീകാന്തിനെ അന്വേഷിക്കണേ, എൻ്റെ ഭർത്താവിനെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് താഴത്തേക്ക് ഇറങ്ങി വേണ്ടി എന്താ മാഡം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മാഡം പറയുന്നുണ്ട്, ഞാൻ ശ്രീകാന്തിനെ എൻ്റെ വർക്കിംഗ് പാർട്ട്ണറാക്കാൻ ആലോചിക്കുകയാണെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ശ്രീകാന്തിനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്, വീട്ടുകാർക്ക് മുഴുവനും സന്തോഷമാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ വർഷയ്ക്ക് മാത്രം സന്തോഷമാവണില്ല. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.